ഹായ്, കഴിഞ്ഞ വീഡിയോയിൽ നമ്മളിത് ഈ ഒരു ക്രോഷ്യ ഫ്ലവറാണ് ഡിസ്കസ് ചെയ്തത്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറാണിത്. ഇനി നമ്മളിന്ന് സെൻറ്റർ പോർഷനിൽ വൈറ്റും അതിൻ്റെ പെറ്റൽസിന് നമ്മൾ വയലറ്റും വരുന്ന ഈ ഒരു ഫ്ലവറാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നോക്കാം. ഓക്കെ, സെൻറ്റർ പോർഷനിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സ്ലിപ്പ് നോട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ 6 ചെയിൻ സ്റ്റിച്ചസ് ആണ് ചെയ്യാൻ പോകുന്നത്. 6 1 2 3 4 5 6. ഓക്കെ, 6 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റത്തെ ചെയിൻ സ്റ്റിച്ചിലോട്ട് നീഡിൽ ഇൻസേർട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഫസ്റ്റത്തേതിലോട്ടാണ് ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, നമ്മളിത് ഹുക്ക് അതിലോട്ട് ഫസ്റ്റത്തെ ചെയിൻ സ്റ്റിച്ചിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ ഒരു രൂപത്തിലാണ് കിട്ടുക. അപ്പം നമ്മുടെ ഹുക്കിൽ 2 ലൂപ്സ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, യാൺ ഓവർ ചെയ്തിട്ട് ഈ 2 ലൂപ്പിനകത്തുനിന്നും പുറത്തോട്ട് വരണം. യാൺ ഓവർ ചെയ്ത് 2 ലൂപ്പിനകത്തുനിന്നും വന്നിട്ടുണ്ട്. അപ്പം നമുക്കിത് ഇവിടെ സെൻറ്ററിലൊരു ഹോള് കിട്ടുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എഗെയിൻ ഇതിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് സിംഗിൾ ക്രോഷ്യ സ്റ്റിച്ചാണ്. 12 എണ്ണം ചെയ്യണം. ഓക്കെ, നമ്മൾ യാൺ ഓവർ ഒന്നും ചെയ്യുന്നില്ല, ഡയറക്റ്റ് ഇതിൻ്റെ സെൻറ്ററിലോട്ട് പോകുന്നു. എന്നിട്ട് ഈ ചെറിയ ത്രെഡ് അല്ല കേട്ടോ, ഈ വലിയ ത്രെഡിൽ നമ്മൾ യാൺ ഓവർ ചെയ്തിട്ട് ഇതിനകത്തു നിന്നും പുറത്തോട്ട് വരികയാണ്. ഓക്കെ, യാൺ ഓവർ ചെയ്ത് നമ്മൾ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, യാൺ ഓവർ ചെയ്ത് ഇപ്പോൾ ഹുക്കിലുള്ള 2 ത്രെഡിൽ നിന്നും പുറത്തോട്ട് വരാം. എഗെയിൻ അതിനകത്തോട്ട് പോകുന്നു, യാൺ ഓവർ ചെയ്ത് വരുന്നു. ഹുക്കിൽ 2 ത്രെഡ് ഉണ്ടാവും, രണ്ടും നമ്മൾ യാൺ ഓവർ ചെയ്ത് പുറത്തോട്ട് വരുന്നു. 1 മോർ. ഫസ്റ്റ് ഈ ഒരു ഹോളിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യുന്നു. ദെൻ അവിടെ നിന്നും യാൺ ഓവർ ചെയ്തിട്ട് പുറത്തോട്ട് വരുന്നു. ഇപ്പോൾ ഹുക്കിൽ 2 ത്രെഡ് ഉണ്ട്. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്ത് ഇതിൽ നിന്ന് 2ൽ നിന്നും പുറത്തോട്ട് വരുന്നു. ഓക്കെ, ഈ രൂപത്തിൽ 12 എണ്ണം 12 സിംഗിൾ ക്രോഷ്യാണ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ 3 എണ്ണം ചെയ്തു, ബാക്കി നമുക്ക് ചെയ്യാം. ഓക്കെ, 12 സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ടുണ്ട്. 12 എണ്ണം ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഓക്കെ, ഇനി നമുക്കിതൊന്ന് എന്ത് ചെയ്യാം, ഇത് കെട്ടിട്ടിട്ട് മാറ്റാം. കെട്ടിട്ട് മാറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഇതിൽ നിന്ന് തന്നെ ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് പോയാൽ മതി. സിംഗിൾ കളറിലാണ് ചെയ്യുന്നതെങ്കിൽ ഡബിൾ കളറിൽ ചെയ്യുമ്പോൾ ഈ ഒരു ഹുക്കിലുള്ള ത്രെഡ് നമുക്ക് വലിച്ചു നീട്ടാം. അതിനുശേഷം നമുക്ക് ഈ എക്സ്ട്രാ കിടക്കുന്ന ഈ ഒരു ത്രെഡ് ഉണ്ടല്ലോ, അത് കട്ട് ചെയ്ത് മാറ്റാം. അപ്പം നമ്മൾ ആ ഒരു ഹുക്കിലുണ്ടായിരുന്ന ത്രെഡ് വലിച്ചു നീട്ടിയിട്ടുണ്ട്. ഇത് നമ്മുടെ വലിയ ത്രെഡായിരുന്നു. പിന്നെ ഇത് നമ്മൾ ആദ്യം ഇതിൽ സ്റ്റാർട്ട് ചെയ്ത സമയത്തുള്ള ത്രെഡും, ഇങ്ങനെ 4 ത്രെഡ് ഇതിലുണ്ട്. ഇത് 4ഉം ചേർത്തിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. ഓക്കെ, ഇത് നമ്മൾ കെട്ടിയിട്ട് കുറച്ചൊരു ഗ്യാപ്പ് ഇട്ടിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. തൊട്ടടുത്തല്ല, ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ, നമുക്ക് ഇത് ഒന്ന് ഉരുക്കി കൊടുക്കണമെങ്കിൽ ഉരുക്കി കൊടുക്കാം കേട്ടോ. ഇന്നിപ്പോൾ അത് അങ്ങനെ ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് അങ്ങനെ നിന്നോട്ടെ. ഈ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് കിട്ടും. ഇനി നമുക്കിതിൽ നിന്നും പെറ്റൽസ് ഉണ്ടാക്കാം. ഓക്കെ, പെറ്റൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ഞാനിത് വേറൊരു കളർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം ചെയ്തിരിക്കുന്ന ഇതെടുത്തിട്ട് ഇതിലെവിടെയാണ് ഇൻസേർട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു ഡൗട്ട് വരും. നോക്കൂ, ഇതിൽ നമ്മൾ ഈ മുകളിലുള്ള ഈ ഒരു സ്റ്റിച്ചസിലൂടെ അല്ല, ഇതിൻ്റെ സെൻറ്ററിലൂടെ ഈ ഒരു ഗ്യാപ്പിലൂടെ ഇങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മളിത്
അപ്പുറത്തുനിന്ന് നമ്മൾ ആ ഒരു സ്ലിപ്പ് നോട്ടിലോട്ട് ഹുക്ക് കയറ്റിയിട്ട് ഇതിലകത്തൂടെ ഇങ്ങോട്ടേക്ക് എടുക്കുന്നു. ഓക്കെ, ഇനി നമുക്ക് വലിയ ത്രെഡ് വെച്ചിട്ട് ചെയിൻ സ്റ്റിച്ചസ് ചെയ്യാം. 14 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, പതിനാലെണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മളിപ്പോൾ ഈ ചെയ്തിരിക്കുന്ന അതിലോട്ട് തന്നെ സെയിം ഹോളിനകത്തോട്ട് തന്നെ നീഡിൽ ഇൻസേർട്ട് ചെയ്യാം. എന്നിട്ട് അവിടെ നിന്നും യാൺ ഓവർ ചെയ്തിട്ട് വലിക്കാം. ഓക്കെ, ഇനിയിപ്പോൾ ഇതിൽ 2 ത്രെഡ് ഉണ്ടാവും. അതിലെ ഫസ്റ്റ് വൺ സെക്കൻഡ് വണ്ണിലൂടെ വലിക്കുക. യാൺ ഓവർ ഒന്നും ചെയ്യുന്നില്ല, നേരിട്ട് വലിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഒരു പെറ്റൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സെയിം മെത്തേഡിൽ നമുക്ക് വീണ്ടും 14 ചെയിൻ സ്റ്റിച്ച് കൂടെ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇതെന്ത് ചെയ്യാം, അതിന് തൊട്ടപ്പുറത്തെ ഹോളിൽ നിന്നും ഇതുപോലെ ഇൻസേർട്ട് ചെയ്തിട്ട് തൊട്ടപ്പുറത്ത് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്തിട്ട് വലിക്കുക. ഇപ്പോഴും നമുക്ക് 2 എണ്ണം ഉണ്ടാവും. അതിലെന്ത് ചെയ്യുക, ഫസ്റ്റ് വൺ സെക്കൻഡ് വണ്ണിലൂടെ പുറത്തോട്ട് എടുക്കുക. ഓക്കെ, ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത്തെ പെറ്റലും ക്രിയേറ്റ് ആവും. ഓക്കെ, ഈ രൂപത്തിൽ നമുക്കിതിൽ 12 പെറ്റൽസ് ഉണ്ടാക്കിയെടുക്കാം. ഇവിടെ 11 പെറ്റലും ഫിനിഷ് ആയിട്ടുണ്ട്. അവസാനത്തെ 12ാമത്തെ പെറ്റൽ ഇതേ ഇവിടെ ഫിനിഷാക്കി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് അവിടെ നിന്ന് യാൺ ഓവർ ചെയ്ത് വലിക്കുകയാണ്. ലാസ്റ്റ് പെറ്റലും യാൺ ഓവർ ചെയ്ത് വലിച്ചു. ഇപ്പം നീഡിൽ 2 ത്രെഡ് ഉണ്ട്. അതിലെ ഫസ്റ്റ് ത്രെഡ് രണ്ടാമത്തെ ത്രെഡിലൂടെ വലിച്ചു. ഓക്കെ, ഫസ്റ്റ് ത്രെഡ് രണ്ടാമത്തെ ത്രെഡിലൂടെ വലിച്ചു. അത് നമ്മളങ്ങനെ ചെയ്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ത്രെഡ് ചെയിനൊന്ന് വലിച്ചു നീട്ടാം. എന്നിട്ട് ഞാൻ ഇതിവിടെ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ വലിച്ചു നീട്ടിയ ചെയിനും ഓൾറെഡി നമുക്കിവിടെ 2 കെട്ടുണ്ടാവും. അതായത് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്തതിൻ്റേതും ഉണ്ടാവും. അപ്പോൾ അത് കൂട്ടിയിട്ട് നമുക്കിവിടെ കെട്ടിട്ട് കൊടുക്കാം. പുറകിൽ നമ്മൾ കെട്ടിട്ട് കൊടുത്തു. ഇച്ചിരി വെച്ചിട്ട് കട്ട് ചെയ്യുക, എന്നിട്ട് അത് വേണമെങ്കിൽ ഒന്ന് ഉരുക്കി കൊടുക്കാം കേട്ടോ. ഇപ്പം നമ്മുടെ പെറ്റൽസ് എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇത് കൂടെ നമുക്ക് കട്ട് ചെയ്യാം. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഈ ഒരു പെറ്റൽസിൻ്റെ എണ്ണം കൂട്ടിയിട്ടും കുറച്ചിട്ടും ഒക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ 12 എണ്ണം ഉള്ളത് വളരെ തിക്കായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് കുറച്ചുകൂടെ ഒരു ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം, എണ്ണം മാറ്റിയിട്ടൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ.